ഡാനി, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ തന്നെ ഈ പാലക്കാട് ഇലക്ഷനിൽ നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം എന്താന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ വീണ്ടും സമയം. ഓക്കെ, രാഹുൽ മാങ്കൂട്ട സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണമെന്ന് കുറെ നാളായി നമ്മൾ രാഹുലിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട്. ഇത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. കേരളത്തിലെ ജനങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ ഇലക്ഷന് നിന്നില്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ? എനിക്കിപ്പോൾ ഒരു തോന്നി, ഞാൻ 5 മാസം കൊണ്ട് ഞാനിപ്പോൾ ഈ രാഹുലിൻ്റെ വിഷയം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇവിടുത്തെ കേരളത്തിലെ ഓരോ ജനങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിൽ വരാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, രാഹുൽ ഈ വട്ടത്തെ ഇലക്ഷന് നിന്നില്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. സത്യമാണോ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ. എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. VD സതീശിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? രമേശ് ചെന്നിത്തലയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാവോ? ഈ 2 വ്യക്തികളെ കുറിച്ച്. VD സതീശൻ എവിടെ ഇലക്ഷൻ നിൽക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഹരിപ്പാടാണ് നിൽക്കുന്ന രമേശ് ചെന്നിത്തല, അത് മാത്രം എനിക്കറിയാം. കാരണം നമ്മുടെ നാടാണ്, ഞാൻ അവിടുത്തെ ഒരു പ്രവർത്തനവും കൂടെ ആയിരുന്നു. ഇപ്പം അങ്ങനെ വലുതായിട്ട് ആക്റ്റീവ് അല്ല, യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അതുകൊണ്ട് പാർട്ടി കാര്യങ്ങളിലോട്ടൊന്നും വലുതായിട്ട് തലയിടാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഈ അടുത്ത സമയത്തൊന്ന് പോയി അവിടെ ഇപ്പോഴത്തേക്ക് ഒരു ഏറും കിട്ടി. അത് അവസാനം മൊത്തം വള്ളികൾ മൊത്തം നമ്മുടെ നെഞ്ചത്തോട്ടേ വരത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കറക്റ്റായിട്ട് തരാം. പിന്നെ അതുപോലെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ കൊടുത്തിട്ട് ഈ പറയുന്ന 2 വ്യക്തികളെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ ഒന്ന് ഇടുക. അതായത് പാലക്കാട് ഇപ്പം ഒരുപാട് നേതാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്. നേതാക്കന്മാരല്ല, സിനിമാ നടന്മാർ, നമ്മുടെ പിഷാരടി, അങ്ങനെയുള്ള കുറേ അവന്മാരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ പിഷാരടിയെ പോലുള്ള ആൾക്കാരെയൊക്കെ നിർത്തണമെന്ന്? ഇല്ലല്ലോ. ഒറ്റ മനുഷ്യനാഗ്രഹം, എല്ലാവർക്കും ആഗ്രഹം രാഹുൽ നിൽക്കണമെന്ന് തന്നെ. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർ ആഗ്രഹിക്കുന്ന രാഹുൽ നിന്നോട്ടെ എന്നാണ്. കാരണം സാധാരണപ്പെട്ട ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഓക്കെ, ഇവിടെ രാഹുൽ നിന്നില്ലെങ്കിൽ ഉറപ്പാണ് അവിടെ BJP ജയിക്കും. BJP ഉറപ്പാണ്. അവിടെ ശോഭയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. എന്തായാലും രണ്ടാമത്തെ യുവതിയുടെ കാര്യങ്ങൾ ഇപ്പം വീണ്ടും ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ കോൾ ചെയ്യാൻ ശ്രമിച്ചു എന്നാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പം ഒരു കോൾ പോയെന്നുള്ളത് ശരിയാണ്. ആ പെണ്ണിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക ഒന്നും രാഹുൽ ചെയ്തിട്ടില്ല. അപ്പം ഈ കേസിന് വലിയ വാല്യൂ ഇല്ല. ന്യൂസുകാർക്ക് വേണമെങ്കിൽ ഒന്ന് പൊക്കി വിടാൻ വേണ്ടി മാത്രമേ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പെൺകുട്ടി എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ. അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. ഇന്നപോലെ രാഹുലിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഇട്ടാൽ മതി. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് കൊടുക്കും. ഒന്നും കൂടെ പറയാം, ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം രമേശ് ചെന്നിത്തല VD സതീശനെ കുറിച്ച് കറക്റ്റായിട്ട് പറയാം. എന്തായാലും ലൈക്ക് ചെയ്തു. നമുക്ക് എന്തെങ്കിലും വീഡിയോ കാണാം. ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യവ്യവസ്ഥ ലംഘിച്ച് രാഹുൽ പരാതിക്കാരിയെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് അന്വേഷണ സംഘം ഹർജിയിൽ പറയുന്നത്. ഹർജി അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. സിജോ വിജോനുണ്ട്. സിജോ, മറ്റു വിവരങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് വലിയ മാറ്ററൊന്നും അല്ല. ഇതിപ്പം അദ്ദേഹം ബ്ലോക്ക് ചെയ്യാൻ പോയി ഈ ഒരു സമയത്ത് എന്തായാലും രാഹുലിന് വിളിച്ച് കാല് പിടിക്കാനോ ഒന്നും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് ഊഹിക്കാന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കോൺടാക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കോൺടാക്റ്റ് ബ്ലോക്ക് ചെയ്യാൻ പോയ സമയത്ത് അറിയാതെ ഒരു കോള് പോയത്, ആ ഒരു കോള് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കേരള പോലീസുകാർക്കൊരു സ്വഭാവമുണ്ട്, ഈ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് പെടുത്തിയേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ രാത്രി 12 മണിക്ക് എന്നിട്ട് അവനെ അവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതാണ്. ഏതോ ഒരു പെണ്ണൊരു മെയിൽ അയച്ചെന്നും പറഞ്ഞിട്ട്. അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടുത്തെ കേരള പോലീസുകാർക്ക് പോലും പണി കിട്ടിപ്പോവും. കാരണം ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അവരുടെ എല്ലാം ജോലി തിരക്കുന്ന കേസ് കേട്ടാണ്. അതുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് രാഹുലിനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ മാത്രമേ ഇവർ നോക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് കുറെ കഴിഞ്ഞിട്ട് ആള് പീഡിപ്പിച്ചെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യം ഒന്നും ഇല്ല. എനിക്കെന്നല്ല, ഒരു മനുഷ്യനും കാണത്തില്ല. വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ തന്തയില്ലായ്മയെന്ന് തന്നെ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതിക്കാരിയാണ് അന്വേഷണ സംഘത്തെ സമീപിച്ചിരുന്നത്. ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് പിന്നാലെയായിരുന്നു തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ സമീപിക്കുകയും അന്വേഷണ സംഘം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും അതിനാൽ
രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് രാഹുലിന് മറുപടി നൽകാൻ വേണ്ടിയിട്ട് നേരത്തെ സമയം നൽകിയതെന്നാണ്. ഇന്ന് രണ്ടാമതും ആ കേസ് പരിഗണിച്ചപ്പോൾ വീണ്ടും സമയം വേണം എന്നുള്ളൊരു ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 10-ാം തീയതി ഇതിൽ മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് രാഹുലിനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിന് പിന്നാലെ നമ്മൾ രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചപ്പോൾ കോൾ അറിയാതെ പോയതാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവർ തമ്മിലുള്ള സംഭാഷണം പിന്നീട് ഉണ്ടാകുകയും ചെയ്തിരുന്നില്ല. രാഹുൽ ഒരു വാട്സപ്പിൽ വിളിച്ചെങ്കിലും ആ ഫോൺ എടുക്കുകയോ അതുമായി അറ്റൻഡ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എനിക്ക് ഒന്നേ പറയാനാണ്, ഇതിന് വലിയ വാല്യൂ ഒന്നുമില്ല ഈ ഒരു സംഭവത്തിന്. അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പ്രശ്നം ഉണ്ടാവൂ. അപ്പം ഒരു മിസ് കോൾ പോയെന്നും പറഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ന്യൂസ് സത്യത്തിൽ ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കുറേ ന്യൂസ് ഇപ്പം ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു കേസ് ശബരിമലയുടെ വിഷയങ്ങൾ എന്തെങ്കിലും കുത്തിപ്പൊങ്ങാവോ? ഇപ്പം പൊങ്ങാവോ? രാഹുലിൻ്റെ അടുത്ത് 4ാമത്തെ പെണ്ണ് റെഡിയാ. എന്തോ പറയേ. എന്തായാലും ഇത് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഭാഗമാണ്. അതോടൊപ്പം തന്നെ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയെ വിളിച്ചിരിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 2ാമത്തെ ബലാത്സംഗ കേസാണ്. അവർ ഈ കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് തൊട്ട് അടുത്ത ദിവസമായിരുന്നു രാഹുൽ ഇവരെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ശരി സിജോ. ഓക്കെ, ഇനി എനിക്കൊരു പെൺകുട്ടി അയച്ചതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ പറയേണ്ടതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്ത് വിളിക്കാം. ഡാനി, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ തന്നെ ഈ പാലക്കാട് ഇലക്ഷനിൽ നിൽക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം എന്താന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അയാളെ ആവശ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് അതുപോലെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പാലക്കാടുകാരുടെ അവരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പിഷാരടിയെ പോലെയുള്ള ഒരാള് ഈ ഒരു രംഗത്തോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് സിനിമ സ്റ്റൈല് മാത്രമേ ആവുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ സുരേഷ് ഗോപിയില് ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ ഉൾക്കൊണ്ട ഒരു മനുഷ്യനാണ്. പക്ഷെ വന്നപ്പം ജനങ്ങളുടെ വികാരങ്ങൾ കേൾക്കാനോ അവരുടെ ഒരു അഭിപ്രായങ്ങൾ. സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഞാനും അകരുച്ചാണ്. കാരണം അദ്ദേഹം ഒരുപാട് ഈ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ നടന്ന് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ എല്ലാം ചെയ്യുന്നു. കയ്യിൽ നിന്ന് പൈസ ഇട്ട് അതും ഇതുമൊക്കെ നന്മമരം കളിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ജനങ്ങളുടെ ഒരു വാക്ക് പോലും കേൾക്കാനാ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ BJP പാർട്ടി നല്ല രീതിയിലാണ് ഈ പറയുന്ന സുരേഷ് ഗോപിയൊക്കെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അവർ പറയുന്നതിൻ്റെ അപ്പുറം അനങ്ങരുത്. കേരളത്തിൽ അന്ന സ്ഥാനം കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. അതങ്ങനാണ് ഇവറ്റയുടെയൊക്കെ രീതി. അടിമയാളാണ് അടിമ. അത് സുരേഷ് ഗോപി ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. കേൾക്കാനൊന്നുമില്ല, ധാർഷ്ട്യമാണ്. അതായത് സിനിമ സ്റ്റൈലിലാണ് അവര് രാഷ്ട്രീയം കൊണ്ടുപോകുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുകയാണെങ്കിൽ 140 ഒരുപക്ഷെ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാഹുൽ ഇല്ലാത്ത കോൺഗ്രസ് ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഒരുപക്ഷെ രാഹുൽ ഈ ഒരു ഇലക്ഷനിൽ നിന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് തന്നെയാണ് അതിന്റെ ക്ഷീണം വരുന്നത്. അപ്പം എന്തുകൊണ്ട് നല്ലത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടിലും മറ്റു വേറെ എവിടത്താണെങ്കിലും നിന്നാല് പുള്ളി തൂക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ അയാള് ചെയ്യുന്ന പ്രവർത്തികൾ ജനങ്ങൾക്ക് വേണ്ടുന്ന എന്താണോ അത് അയാൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അയാളുടെ മറ്റ് പേഴ്സണൽ ഇഷ്യൂസിൽ അത് നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ രാഷ്ട്രീയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റു നേതാക്കന്മാര് മറ്റു പാർട്ടിക്കാരെടുത്ത് നോക്കുകയാണെങ്കിലും ഇതൊക്കെ സഹജമായിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് പ്രത്യേകിച്ച് വലിയ അയാൾക്കായിട്ടുള്ള വലിയ പ്രത്യേകതയൊന്നുമില്ല. എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് വന്നു, അത് ഒക്കെ വിട്ടുകളയുക. അതിനപ്പുറം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു നേതാവ് ഒരു ജനപ്രതിനിധി എന്ന നിലയിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അയാള് അടിപൊളിയാണ്, ജനങ്ങൾക്ക് വേണ്ടുന്നതാണ്. ഭാവിയിൽ ഒരു CM ആകാൻ അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പം ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ രാഹുലിനെ അതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ രാഹുൽ ഇത്തവണ മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള എല്ലാവിധ സാഹചര്യവും കാണുന്നതുകൊണ്ട് അത് കോൺഗ്രസിന് തന്നെയായിരിക്കും തിരിച്ചടി. അപ്പം ഉചിതമായിട്ട് ചിന്തിച്ച് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അത്രയും
പിന്നെ കേസിനുള്ള സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ചീറ്റിപ്പോയ കേസുകളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അത്രയും ചങ്കൂറ്റത്തോടെ അത് ഒരു മുഖ്യമന്ത്രിയെ പോലും വിമർശിക്കാൻ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ പോലും മടിയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പട്ടാളക്കാരന്റെ ഒരു മകനാണ്. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെതായ ചങ്കൂറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്ര നേതാവിനെയാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാതെ അപ്പം കാണുന്നതിന് വേണ്ടി അതിന്റെ പുറകിൽ അല്ലെങ്കിൽ എന്തിന്റെയും കിട്ടുന്നത് നക്കാപ്പിച്ച് കിട്ടുന്നതിന്റെ പുറകിന് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അല്ല നമുക്ക് വേണ്ടുന്നത്. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ കൂടെ നിന്ന് ജനവികാരം അറിയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകരുത്. വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ഷീണമാണ്. വോട്ട് ചെയ്യാതിരുന്നാലും ഒരു വോട്ട് പോയാലും വോട്ട് സ്പ്ലിറ്റ് ആകാതിരിക്കുക. പക്ഷെ അത്രയധികം വികാരത്തോടെയാണ് പാലക്കാട് ഒരു വർഷം കേവലം ഉള്ളെങ്കിൽ പോലും അത്രയധികം ജനങ്ങളുടെ ഇടയിലോട്ട് ജനഹൃദയങ്ങളിലോട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പം ആ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അത് ചെറുതല്ല. അത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അപ്പം അദ്ദേഹത്തിന് ഒരു 5 വർഷം വല്ലതും കിട്ടുവാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ ഒരു 10 വർഷം സീറ്റ് കിട്ടിയിട്ട് പോലും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന നമ്മൾ കണ്ടു. നമ്മൾ ഭരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടോണ്ടിരിക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്കാണ് കേവലം 1 വർഷം അധികാരത്തിൽ കയറിയിട്ട് രാഹുൽ കാണിച്ചിരുന്ന മിടുക്ക് എന്തുമാത്രമാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു 5 കൊല്ലം കൂടെ നീട്ടി കൊടുത്താൽ ഒരു 10 കൊല്ലം കൂടെ നീട്ടി കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? നന്നായിട്ട് വികസനം തന്നെയായിരിക്കും. വികസനം മനസ്സറിഞ്ഞ നാട്ടുകാരുടെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നന്നായിട്ട് പാലക്കാട് വികസിക്കും. അതുപോലെ തന്നെ ഈ ഒരു MLA പദവി എന്നതിനുപരി വേറെ എന്തെങ്കിലും ഹൈ പൊസിഷൻ ലെവലിൽ വരുവാണെങ്കിൽ നമുക്കൊരു മന്ത്രിസ്ഥാനത്തിലോട്ട് ഇദ്ദേഹത്തിനെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വളരെ ജനങ്ങൾക്ക് വളരെ ഗുണമുള്ള ഒരു സംഭവമായിരിക്കും. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പം നമുക്ക് ഇന്ന് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് വളരെ നഷ്ടം കേരളത്തിന് തന്നെയായിരിക്കും. നല്ലൊരു ജനപ്രതിനിധി, നമുക്ക് നല്ലൊരു നേതാവിനെ ആയിരിക്കും ഭാവിയിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ജനങ്ങൾ അറിഞ്ഞ് ചിന്തിച്ച് വിവേകത്തോടെ ചെയ്യുക. രാഹുലിനെ കോൺഗ്രസ് എടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇനി അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുമോ ഇല്ലയൊന്നും നമുക്കറിയത്തില്ല. സ്വതന്ത്രനായിട്ട് നിന്നാൽ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, രാഹുൽ മാങ്കൂട്ടം ഈ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കണം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും, ഈ നാട്ടുകാരുടെ ആണെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 140 MLA-മാരുണ്ട്. എത്ര MLA-മാരെ നമുക്കറിയാം? കേരളം മൊത്തം എത്ര MLA-മാരെ അറിയാം? അറിയത്തില്ല. വെറുതെ എന്നാണ് 1, 2, 3 MLA-മാരെ അറിയാം. അല്ലാതെ നമുക്കറിയത്തില്ല. അതാത് നാട്ടിലുള്ള നിയോജന മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ അതാത് MLA-മാരെ അറിയത്തുള്ളൂ. അപ്പൊ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ അവരൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത്രത്തോളം ഉണ്ട്. അത്രത്തോളം ജനഹൃദയങ്ങളിലോട്ട് ആഴ്ന്നിറങ്ങിയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇവര് തീർച്ചയായിട്ടും ഉണ്ടാകണം തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എനിക്ക് അയച്ച വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം രാഹുലിൻ്റെ ഓളം ശരിക്കും ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും വലിയൊരു അടി കിട്ടി നിൽക്കുന്ന രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അത് മാറിയില്ലെങ്കിൽ ഉറപ്പാണ് ഈ വട്ടം LDF സർക്കാർ വരാനായിരിക്കും കൂടുതൽ ചാൻസ്. ഇതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്.